പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹം ലഭിച്ചതിൽ ഒരുപാട് കോടിക്കണക്കിന് നന്ദി അമ്മയ്ക്ക് അർപ്പിക്കുകയാണ്. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് ജീവിച്ചു പോകുന്ന ഒരാളാണ്. ഒരു 40 വയസ്സുവരെ ആത്മീയ മേഖലയിൽ ഒന്നും തന്നെ ഇല്ലാതെ നടന്നിരുന്ന ഒരാളാണ്. ഒരു കലാകാരനാണ്, ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് വേദികളിൽ മിമിക്രി പരിപാടിയായിട്ട് പോയിട്ടുണ്ട്. അപ്പം എന്നാൽ പോലും ഇപ്പോൾ ഈ വേദിയിൽ നിൽക്കുമ്പം ഉള്ളിലൊരു ടെൻഷനാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ഒരുപാട് സന്തോഷമുണ്ട് അമ്മയുടെ ഒരു സാക്ഷിയായി ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ. ആദ്യകാലങ്ങളിൽ പ്രോഗ്രാമിനൊക്കെ പോകുമ്പം ഇടയ്ക്ക് കൂട്ടുകാരോടൊക്കെ ഒരുമിച്ച് ബിയറൊക്കെ അടിക്കും, അത്യാവശ്യം മദ്യപിക്കും. ആധ്യാത്മിക രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അതിനുശേഷം ഈ 2022 എൻ്റെ ഭാര്യയാണ് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തത്. സെപ്റ്റംബർ മാസം 10-ാം തീയതിയാണ്. പക്ഷെ അതിനുശേഷം അച്ഛൻ്റെ പ്രസംഗത്തിൽ നിന്നുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ, അതായത് നിത്യജീവൻ എന്താണെന്നും നമ്മളെ മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ അച്ഛൻ്റെ ധ്യാനത്തിലൂടെയും മറ്റും മനസ്സിലാക്കിയപ്പം ഞാൻ വീട്ടിലൊക്കെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് ചിന്തിക്കുമായിരുന്നു. അതായത് നമ്മളെ മരണശേഷം നമ്മളിപ്പോൾ ജീവിക്കുന്നത് 70-80 വർഷം, ചുരുങ്ങിയ വർഷങ്ങൾ അത്രേ ജീവിതമുള്ളൂ. പക്ഷെ അതിനുശേഷം ഉള്ള നമ്മളെ കോടാനുകോടി വർഷങ്ങൾ നമ്മുടെ ജീവിതം എന്തായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് ഈ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചുള്ള ഓർത്ത് ഒരുപാട് ടെൻഷൻ മനസ്സിലിങ്ങനെ ഉരുത്തിരിഞ്ഞ് വരാൻ തുടങ്ങിയത്. ദൈവത്തെ അറിയാൻ വേണ്ടി ശ്രമിച്ചത്. അങ്ങനെയാണ് കൃപാസനത്തിൽ വന്ന ഭാര്യ ഇവിടെ ഉടമ്പടി എടുക്കുന്നതും ഞാൻ കൂടെ ഭാര്യേൻ്റെ കൂടെ എന്നും ഞാൻ കൃപാസനത്തിൽ വരുമ്പോഴും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്തും ഒക്കെ ഞാൻ കൂടെ നിന്ന് പ്രാർത്ഥിക്കാറൊക്കെയുണ്ട്. ദൈവത്തെ അറിയുവാൻ, അതായത് മാതാവിലൂടെ ഈശോയെ അറിയുവാൻ വേണ്ടി ആ കാലഘട്ടം മുതലാണ് ഞാൻ ശ്രമിച്ചത്. അതായത് ബൈബിളിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, നമ്മുടെ കണ്ണുകൾ പാപം ചെയ്തു കഴിഞ്ഞാൽ ആ കണ്ണ് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയണമെന്ന്. അതായത് നമ്മൾ നിത്യ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് നമ്മൾ കണ്ണില്ലാത്തവരായി ഈ ബാഹ്യ ലോകത്ത് ജീവിക്കുന്നതാണ് എന്ന്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അർത്ഥം എന്താണെന്ന് ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്. കാരണം പാപം ചെയ്യുന്നതിനെ വിലക്കുന്നതിന് വേണ്ടി ബൈബിളിൽ വ്യക്തമായിട്ട് നമുക്ക് വചനങ്ങളിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഓരോ കാര്യത്തെക്കുറിച്ചും വചനത്തിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാൻ കൂടുതലായിട്ട് കൃപാസന മാതാവിലേക്കും ഈശോയിലേക്കും അടുത്തത്. ആദ്യം എൻ്റെ ഭാര്യ ഉടമ്പടി എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് രാവിലെ 5:30 എഴുന്നേൽക്കുന്നൊരു ശീലമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കൃത്യം 5:30 മണിക്ക് മാതാവ് വാതിലിൽ എനിക്ക് ഒരുപാട് അനുഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. വാതിലിൽ മുട്ടി വിളിച്ച് ഉണർത്തിയിട്ടുണ്ട്. മാതാവിൻ്റെ